ജീവിതത്തിൽ പ്രണയിക്കാത്തവർ ചുരുക്കമായിരിക്കും. അതുപോലെ തന്നെ പ്രണയത്തകർച്ച നേരിട്ട് വരും. പ്രണയത്തിൽ ഇണക്കവും പിണക്കവും സ്വാഭാവികമാണല്ലേ? പ്രണയമെന്നത് സന്തോഷവും സങ്കടവും ചിലപ്പോൾ വലിയ തിരിച്ചറിവുകളും സമ്മാനിക്കുന്ന മനോഹരമായൊരു വികാരമാണ്. ചില ബന്ധങ്ങൾ നല്ല ഓർമ്മകളാണെങ്കിൽ മറ്റു ചിലത് ജീവിത പാഠങ്ങളായി മാറാം. അഗാധമായ പ്രണയത്തിന് വിള്ളൽ വീഴുമ്പോൾ ചിലരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാം. ടോക്സിക് ബന്ധങ്ങളിൽ കുടുങ്ങി ജീവിതം തകർന്ന കുറേ ചെറുപ്പക്കാരെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പ്രണയിച്ചിരുന്ന വ്യക്തി ഉപദ്രവിച്ചാലും ഉപേക്ഷിച്ച് പോയാലും വേദന ഉണ്ടാകും, നഷ്ടബോധം അനുഭവപ്പെടും, ഓർമ്മകൾ വേട്ടയാടും. എന്നാൽ പ്രണയ നൈരാശ്യം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത് കേട്ടോ. കണ്ണൂർ പാനൂരിൻ്റെ ആദിത്യ എന്ന അധ്യാപികയുടെ ജീവിതം കീഴ്മേൽ മറിച്ചത് ഒരു പ്രണയബന്ധമാണ്. എന്താണ് ആദിത്യയും ശരണും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിച്ചത്? എന്തിനാണ് അവൾ ജീവനൊടുക്കിയത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിങ്ങളുടെ പങ്കാളി ഒരു ടോക്സിക് ആണോ? സംശയരോഗിയാണോ? അങ്ങനെയുള്ളവരുമായുള്ള ബന്ധം ജീവിതത്തിൽ കണ്ണീരും വേദനയും മാത്രമായിരിക്കും സമ്മാനിക്കുക. ചില പ്രണയബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറാറില്ലേ? കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപികയായ ആദിത്യയുടെ ജീവിതത്തിലും സംഭവിച്ചതാണ്. പാനൂർ സ്വദേശിയായ ആദിത്യയും ശരണെന്ന യുവാവും തമ്മിലുള്ള പ്രണയത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ മാനസികമായും ശാരീരികമായും അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ മാസം 8-ന് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് എല്ലാവരും നോക്കി നിൽക്കിയ ശരൺ പരസ്യമായി ആദിത്യയെ മർദ്ദിച്ചു. അതിൻ്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ ടോക്സിക് പ്രണയം പുറംലോകമറിഞ്ഞത്. പിന്നീട് ചികിത്സയിലിരിക്കെ യുവതി മരണത്തിന് കീഴടങ്ങി. സംഭവത്തിൽ കണ്ണൂർ മനേക്കര സ്വദേശിയായ കാമുകൻ ശരണെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആദിത്യയെ വീടിനുള്ളിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ ആദിത്യ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പ്രണയം നടിച്ച് വഞ്ചിക്കുകയും തനിക്കെതിരെ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത ശരണിന്റെ പ്രവൃത്തികൾ ആദിത്യയ്ക്ക് കടുത്ത മാനസികാഘാതമാണ് ഉണ്ടാക്കിയത്. ജൂൺ 8-ാം തീയതി തലശ്ശേരിയിൽ വെച്ച് ശരൺ തന്നെ പരസ്യമായി ക്രൂരമായി മർദ്ദിച്ച വിവരം ആദിത്യ വീട്ടിലെത്തി അമ്മയോടും മറ്റ് ബന്ധുക്കളോടും തുറന്നു പറഞ്ഞിരുന്നു. ശരണിന്റെ നിരന്തരമായ പീഡനം താങ്ങാനാകാതെയാണ് താൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ആദിത്യ അമ്മയോട് വെളിപ്പെടുത്തിയിരുന്നു. മകൾക്ക് നേരെ നടന്ന മർദ്ദനത്തെക്കുറിച്ച് ആദിത്യയുടെ അമ്മ നൽകിയ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആദിത്യയുടെ ആത്മഹത്യക്ക് പിന്നാലെ ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയായ ശരൺ ഇപ്പോൾ പോലീസിന്റെ വലയിലായത്. യുവാവിന്റെ ക്രൂരമായ ശാരീരിക മർദ്ദനവും കടുത്ത മാനസിക പീഡനവുമാണ് യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.